നോ അൽ റേസിസ്മോ, നോ ടു റേസിസം. ബെർണബ്യൂ ഗാലറിയിൽ ഇന്നലെ ഉയർന്ന കൂറ്റൻ ടിഫോ വെറുമൊരു പ്രദർശന വസ്തുവായിരുന്നില്ല, മറിച്ച് ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ കെടുത്തുന്നവരോടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ആദ്യ പദത്തിൽ വിനീഷ്യസിനെ കുരങ്ങെന്ന് വിളിച്ച ക്രിസ്ത്യാനിയും അതിനെ മത്സരശേഷം ന്യായീകരിക്കാൻ ശ്രമിച്ച മൗറീനോയും ഇല്ലാതെ ഇറങ്ങിയ ബെൻഫിക്ക അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിരിക്കുന്നു. ആദ്യം ലീഡ് നൽകി കൊതിപ്പിച്ച് പിന്നെ ആധികാരികമായി ജയിച്ച് റയൽ അവരെ പുറത്താക്കിയിരിക്കുന്നു. ലീഗ് ഘട്ടത്തിൽ ട്രുബിന്റെ ഹെഡർ ഗോൾ ഏൽപ്പിച്ച മുറിവിന് പകരം ചോദിക്കാനായിരുന്നു കഴിഞ്ഞ 18-ാം തീയതി റയൽ ലിസ്ബണിലെ എസ്റ്റാഡിയോ ഡെ ലുസിലേക്ക് തിരികെ ചെന്നത്. മത്സരം വിജയിക്കാനായെങ്കിലും ഗോളിന് പിന്നാലെ ആ മൈതാനത്ത് അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അവർക്കുള്ളിലെ മുറിവിന്റെ ആഴം കൂട്ടുകയായിരുന്നു. അതോടെ അതിനെല്ലാമുള്ള മറുപടി സ്വന്തം മൈതാനത്ത് നൽകുക എന്നതായിരുന്നു പിന്നീട് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. മാഡ്രിഡ് നഗരവീതിയിലൂടെ രാജപ്രൗഢിയിൽ റയലിന്റെ ടീം ബസ് കടന്നു വരുമ്പോൾ തന്നെ ചുറ്റും കൂടിയ ആരാധകർ എന്തെന്നില്ലാത്ത ആവേശത്തിലായിരുന്നു. തങ്ങളോട് പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്ത ഒരാളോട് പകരം ചോദിക്കാനുള്ള ആവേശം അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമായി കാണാമായിരുന്നു. ഡീൻ ഹ്യൂസൻ, കിലിയൻ എംബാപ്പെ. ആദ്യ പദത്തിലെ 11-ൽ നിന്ന് റയലിന് ഇന്നലെ 2 മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. യുഎഫയുടെ സസ്പെൻഷൻ മൂലം ക്രിസ്ത്യാനി പുറത്തായപ്പോൾ കൊളംബിയൻ മിഡ്ഫീൽഡർ റിച്ചാർഡ് റിയോസ് ആണ് ബെൻഫിക്കയുടെ നിരയിൽ പകരക്കാരനെ ഇടം പിടിച്ചത്. റയലിന്റെ ടച്ചോട് കൂടി തുടങ്ങിയ മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ബെൻഫിക്കയാണ്. റൈറ്റ് ബാക്ക് ഡെഡിച്ച് തുടങ്ങി വെച്ച ഒരു നീക്കം. ഡെഡിച്ചിൽ നിന്നും പാസ് സ്വീകരിച്ച റിച്ചാർഡ് റിയോസ് ഒറ്റ ടച്ചിലത് വലതുവിങ്ങിലേക്ക് നീക്കി വെക്കുമ്പോൾ കമാവിംഗക്ക് നോക്കി നിൽക്കാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അതിവേഗം റയൽ ബോക്സിലേക്ക് കുതിച്ച പാവൽഡിസ് പന്ത് റാഫ സിൽവയിലേക്ക് നീട്ടി നൽകുന്നു. ആ ശ്രമം ഒരു ടാക്ലിംഗ് സ്ലൈഡിലൂടെ ചെറുക്കാനുള്ള റൗൾ അസെൻസിയോയുടെ നീക്കം പക്ഷേ പാളി. പുറത്തേക്ക് പോകുമെന്ന് കരുതിയ പന്ത് റയൽ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ എന്നും റയലിന്റെ രക്ഷകനായി എത്താറുള്ള തിബോ കോർട്ടുവ അവിടെയും അവതരിച്ചു. ഒരു ഫുൾ വൈഡ് സ്പ്ലിറ്റിൽ തിബോ അത് തടുത്തിട്ടെങ്കിലും റീബൗണ്ടിലേക്ക് പാഞ്ഞെടുത്ത റാഫ സിൽവക്ക് പന്ത് വലയിലേക്ക് തട്ടിയിടേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. 14-ാം മിനിറ്റിൽ അങ്ങനെ ബെൻഫിക്ക ലീഡെടുത്തു. അഗ്രിഗേറ്റിൽ റയലിന് ഒപ്പത്തിനൊപ്പം. അതുവരെ ബെൻഫിക്കക്കെതിരെ കൂവിയാർത്ത ഗാലറി ഒരു വേള നിശബ്ദമായി. പക്ഷേ ഈ മൈതാനത്ത് വിസ്മയങ്ങൾ അനവധി കണ്ട അവർക്ക് തങ്ങളുടെ ടീമിൽ നിറഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അതിന്റെ ഫലം 2 മിനിറ്റ് ഇടവേളയിൽ കണ്ടു. വൽവെർഡെ ഒരുക്കി നൽകിയ പന്തിനെ ഒരു പവർഫുൾ ഫിനിഷിൽ ഷോമിനി വലയിലിട്ടു. ബെൻഫിക്കയുടെ എണ്ണം പറഞ്ഞ 4 താരങ്ങൾ നോക്കി നിൽക്കവേ തൊടുത്തൊരു ബുള്ളറ്റ് ഷോട്ട്. പന്തിന്റെ ദിശ കൃത്യമായി മനസ്സിലാക്കിയ ട്രുബിന് പക്ഷേ ഷോട്ടിന്റെ വേഗം അളക്കാനായില്ല. അങ്ങനെ റയൽ വീണ്ടും ലീഡിലെത്തി. 32-ാം മിനിറ്റിൽ ബെൻഫിക്ക ബോക്സിൽ വിനീഷ്യസ് ജൂനിയർ നടത്തിയ നീക്കത്തിനൊടുവിൽ അർദ്ധ ഗോളറിലൂടെ റയൽ വീണ്ടും ലീഡെടുത്തു. പക്ഷേ VAR-ൽ ബിൽഡപ്പിന്റെ ഭാഗമായ ഗോൺസാലോ ഗാർഷ്യ ഓഫ്സൈഡ് ആയിരുന്നു എന്ന് തെളിഞ്ഞതോടെ ഗോൾ അസാധുവായി. തൊട്ടു പിന്നാലെ റിച്ചാർഡ് റിയോസിലൂടെ ബെൻഫിക്ക ഒരു അറ്റംപ്റ്റ് നടത്തിയെങ്കിലും കോർട്ടോയിസ് അതിസാഹസികമായി അത് തടുത്തിട്ടു. 2-ാം പകുതിയിൽ റയലിന് തന്നെയായിരുന്നു അവസരങ്ങളേറെ. റൗൾ അസെൻസിയോയുടെ ഹെഡറും അർണോൾഡിന്റെയും വൽവെർഡെയും ഷോട്ടുകളെല്ലാം നേരിയ വ്യത്യാസത്തിലാണ് ഗോൾ വരെ കടക്കാതെ പോയത്. ബെൻഫിക്ക നടത്തിയ മുന്നേറ്റങ്ങളാകട്ടെ കോർട്ടോയെ കടന്ന് പോയതുമില്ല. 71-ാം മിനിറ്റിൽ ഒരു ക്ലിയറൻസ് ശ്രമത്തിനിടെ പരസ്പരം കൂട്ടിയിടിച്ച് പരിക്കേറ്റ റൗൾ അസെൻസിയോയെയും കമാവിംഗയെയും റയൽ പിൻവലിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അസെൻസിയോയെ സ്ട്രെച്ചറിൽ പുറത്തേക്കും തുടർന്ന് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പിന്നാലെ മത്സരത്തിലെ ഐക്കോണിക് മൊമെന്റ് പിറന്നു. ബെർണബ്യൂവിലെ ഫുൾ പാക്ഡ് ഗാലറിയെ സാക്ഷിയാക്കി വിനീഷ്യസ് ജൂനിയർ ഹീറോയായി അവതരിച്ചു. മൈതാന മധ്യത്ത് നിന്ന് ഫെഡറിക്കോ വൽവെർഡെ നീട്ടി നൽകിയ പന്തുമായി വിനി ബെൻഫിക്ക ബോക്സിലേക്ക് ചാട്ടുളി പോലെ പാഞ്ഞു. ഒപ്പം ഓടിയ ഒട്ടമെൻഡി ബ്ലോക്ക് ചെയ്യാനെത്തിയെങ്കിലും ക്ലോസ് റേഞ്ചിൽ ആ ഗോള് കണ്ടു നിൽക്കാനേ യോഗമുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഓടിയ വിനി തന്റെ ഫേമസ് ഡാൻസ് മൂവ് പുറത്തെടുത്തു. അന്ന് ബെൻഫിക്കയുടെ ഗ്രൗണ്ടിൽ കളിച്ചപ്പോൾ പ്രകോപനമായി തോന്നിയെന്ന് മൗറീനോ അവകാശപ്പെട്ട അതേ ഡാൻസ് വിനിക്കൊപ്പം ബെർണബ്യൂ ഗാലറിയും ഒരേ താളത്തിൽ ആനന്ദനൃത്തം ചവിട്ടി. മത്സരത്തിലെ 2ാമത്തെയും അഗ്രിഗേറ്റിലെ 3ാമത്തെയും ഗോളോടെ റയൽ തങ്ങളുടെ അടുത്ത റൗണ്ടിലേക്കുള്ള എൻട്രി ആധികാരികമായി തന്നെ ഉറപ്പിച്ചു. വിനിക്കെതിരെ നടന്ന വംശീയ അധിക്ഷേപത്തിനെതിരെയുള്ള റയൽ ആരാധകരുടെ സ്റ്റേറ്റ്മെന്റ് മാച്ച്. അങ്ങനെ ഓർമ്മിക്കപ്പെടേണ്ടിയിരുന്ന ഈ മത്സരം പക്ഷേ മറ്റൊരു വിവാദ സംഭവത്തിന് കൂടി വേദിയായി, അതും റയൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന്. ഫുട്ബോൾ മൈതാനങ്ങളിൽ നിന്നും വിലക്കപ്പെട്ട ഒരു സെലിബ്രേഷനാണ് CA ഹെയിൽ സല്യൂട്ട് അഥവാ നാസി സല്യൂട്ട്. തന്റെ വലങ്കൈ മുഴുവനായി ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന ഈ രീതി മുമ്പ് ഹിറ്റ്ലറിന്റെ അനുയായികൾ നടത്തി വന്നിരുന്ന ഒന്നാണ്. ഫിഫയും UEFAയും അടക്കമുള്ള എല്ലാ ഫുട്ബോളിംഗ് ബോഡികളും ഈ സല്യൂട്ട് മൈതാനത്തോ ഗാലറിയിലോ നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതുമാണ്. എന്നാൽ ഇന്നലെ റയൽ ആരാധകരിൽ ചിലർ ഗാലറിയിലിരുന്ന് ഇത്തരം സല്യൂട്ട് നടത്തി. മത്സരശേഷം റയൽ പത്രക്കുറിപ്പിലൂടെ അതിന് ഖേദം പ്രകടിപ്പിക്കുകയും അത് നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് നടക്കുന്ന നറുക്കെടുപ്പിലാണ് പ്രീ ക്വാർട്ടറിലെ റയലിന്റെ എതിരാളികൾ ആരാണെന്ന് അറിയാനാവൂ. എന്നാലും UEFAയുടെ സീഡിംഗ് സിസ്റ്റം പ്രകാരം മാഞ്ചസ്റ്റർ സിറ്റിയോ സ്പോർട്ടിംഗ് ലിസ്ബണോ ആയിരിക്കുമെന്ന് നേരത്തെ അറിവുള്ള കാര്യമാണ്. വീണ്ടും ഒരു സീസണിൽ കൂടി നമ്മൾ സിറ്റി റയൽ പോരാട്ടത്തിന് സാക്ഷികളാവുമോ? അതോ ഒരിക്കൽ കൂടി റയൽ പോർച്ചുഗലിലേക്ക് വണ്ടി കയറുമോ? 16-ാം കിരീടം മോഹിച്ചിറങ്ങുന്ന അറബ് ലോകം സംഘത്തിനും ഇനിയുള്ള നാൾ വഴികളിൽ ആരെയൊക്കെ എതിരിടേണ്ടി വരും? കാത്തിരുന്നു കാണാം.